അതായത് ഇന്ന് ഈ കണ്ടന്റ് ഞാൻ ചെയ്യാനുള്ളതിനൊരു തുടക്കമുണ്ട്. അതെന്താന്നറിയണ്ടേ? All know ഏത് സിനിമയാണ്. I wouldn't want to say it. And one of കസബ. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ജനിച്ച കോലത്തിൽ ഒരു കള്ളും കുപ്പിയും പിടിച്ചു വന്നൊരു പെണ്ണിന്റെ മുന്നിൽ നിന്നിട്ട് ഇനി ഇതിനു മുമ്പൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ വരട്ടെ. ഇപ്പൊ സിനിമ വന്നല്ലോ. പാർവതിയും ബാക്കി WCCയിലെ ടീമൊക്കെ നിന്നത് കാണും. അന്ന് പറഞ്ഞതിന് ഇതിൽ കാട്ടി വെച്ചതിനും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വായിച്ചിട്ട് 4 ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ഇത്തരം അവസരങ്ങളിൽ എന്നാ ചെയ്യണ്ടെന്നറിയാമല്ലോ. ഇതൊരിക്കലും ഗീതു മോഹൻദാസ് അല്ല വേറൊരാളാണ് ഈ പടം എടുത്തതെന്നുണ്ടെങ്കിൽ ഇത്ര അധികം ചോദ്യങ്ങൾ ഗീതു മോഹൻദാസിനും വരാൻ പോകുന്നില്ല, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പാർവതിക്കും വരാൻ പോകുന്നില്ല. ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് സത്യം. പാർവതി ഇനി എന്ത് പറയുമോ? ഒന്നാമത് ടെൻഷൻ അടിച്ചപ്പോ പിന്നെ ടെൻഷൻ അടിപ്പിക്കണം. സെയ്റ്റ് എന്ന് പറഞ്ഞ് പറയിപ്പിച്ച് ഗ്യാങ് ആയിട്ടിരുന്നെന്ന് അവരതിച്ചു വിട്ടല്ലോ. സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇപ്പൊ എന്ത് പാർവതി പറയുന്ന ഞാൻ ചിന്തിക്കുന്നത്. ചൈന ഭാഷ പറയുന്നോടാ. പാർവതിക്ക് ഇവിടെ മറ്റേ അനിമൽ ഭയങ്കര പ്രശ്നമായിരുന്നു, അർജുൻ റെഡ്ഡി ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരു പ്രത്യേക ജീവിതല്ലേ. രായ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് പ്ലക്കാൻ വേണ്ടി കുറെ ടീമിനെ വേറെ കുറെ ക്യാരക്ടേഴ്സിന് സ്ത്രീകളെ ഭയങ്കര ഒബ്ജക്ടിഫൈ ചെയ്ത് അവരെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വൃത്തികേടിൽ കാണിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പോയി പ്ലക്കട്ട്. അപ്പത്തേക്ക് രായന്റെ ക്യാരക്ടർ വരും, അയാൾക്ക് പ്രേമിക്കണം, അയാൾക്ക് പ്ലക്കണം, എന്നിട്ട് കൊല്ലണം. എനിക്ക് ഈ മിണ്ടിയും പറഞ്ഞൊന്നും ശീലമില്ല, ഈ തോണ്ടിയൊക്കെ പരിചയമുള്ളൂ. ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ ഒരു നക്ഷൽ രൂപത്തിൽ നമുക്ക് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റം അത്രേ ഉള്ളൂ, മനസ്സിലായില്ല. അവളുടെ കൂടെ അടങ്ങാണ് യഷിന്റെ ക്യാരക്ടറാണ് നക്ഷലിലാക്കിയിട്ടുള്ളത്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്.